എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം അയർലൻഡിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മെഡിസിൻ ഒക്കെ മേടിക്കണം നല്ല പൈസ ആകാറുണ്ട്. അതായത് GP പ്രിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കൺസൾട്ടന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾക്ക് നല്ല രീതിയിൽ കാശ് ഇറങ്ങുന്നുണ്ട്. അപ്പം ചില രോഗങ്ങൾ നമുക്ക് ആ ഒരു ടെമ്പററി കഴിച്ച് നമ്മുടെ അസുഖങ്ങൾ മാറും. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഇൻഷുറൻസും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പം GP വിസിറ്റ് കാർഡ് ഉള്ളവർക്കാണെങ്കിലും GP മാത്രമേ ഉള്ളൂ ഫ്രീ, മറ്റേ മരുന്നുകൾ മേടിക്കാൻ നമ്മൾ പിന്നെയും പൈസ കൊടുക്കണം. അപ്പം അങ്ങനെ ചില അസുഖങ്ങളുണ്ട് നമ്മൾ ആജീവനാന്ന് കഴിക്കേണ്ട. എക്സാമ്പിൾ പറയുന്നത് ഡയബറ്റിക്സ് അല്ലെ പാർക്കിൻസൺസ്. ഈ മരുന്നുകളൊന്നും ഇടയ്ക്ക് വെച്ച് നമുക്ക് നിർത്താൻ പറ്റും. നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അത് നമ്മൾ എത്ര നാൾ കഴിക്കണം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ ആളുടെ അല്ലെ ഇപ്പം എനിക്ക് ആ അസുഖം ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ കഴിക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ അവർ ലോങ് ടേം ഇൽനെസ് എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയ പെടുത്തിട്ടുണ്ട്. ലോങ് ടേം ഇൽനെസ് ഇപ്പം ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ പ്രഗ്നൻസി പീരീഡിൽ വരുന്ന ഡയബറ്റീസ് ഇതിനകത്ത് പെടുന്ന കാര്യങ്ങളല്ല, അല്ലാത്ത ഉള്ള ഡയബറ്റീസ് ആണ് പറയുന്നത്. ഇൻസുലിൻ്റെ ഇതായിട്ട് വരുന്ന ഡയബറ്റീസ് ലോങ് ടൈം ഇൽനെസ് കേൾപ്പെടുത്തുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇതിനെ നമുക്ക് അതായത് ഒരു ലോങ് ടൈം ഇൽനെസിന്റെ ഒരു ഫോം ഉണ്ട്. നമുക്ക് ആ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിൽ ചെക്ക് ചെയ്താൽ ലോങ് ടൈം ഇൽനെസിന്റെ കാർഡ് ആ ഫോം കിട്ടും. ആ ഫോമിൽ നമ്മൾ പറയേണ്ട നമ്മുടെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഫില്ല് ചെയ്തതിനു ശേഷം നമ്മുടെ GP യെ പോയി കണ്ട് GP അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യണം. അതായത് നമുക്കിതുണ്ടെന്നുള്ളത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഫാർമസി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഫോമിനകത്ത് തന്നെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ്സിൽ നമ്മളിത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ ലോങ് ടൈം ഇൽനെസിന്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് അപ്രൂവ് ആക്കി തരും. എന്നിട്ട് നമ്മുടെ അടുത്തുള്ള ഏതാ ഫാർമസി എന്ന് വെച്ചാൽ നമ്മളത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാർമസിയിലേക്ക് നമുക്ക് മന്ത്ലി വേണ്ട ഈ ഡയബറ്റീസിന്റെ മരുന്ന് ഇപ്പൊ മാസം അല്ല ദിവസം 2 പേര് കഴിക്കുന്നവരാണെങ്കിൽ അതിൽ അത് ഇൻസുലിൻ അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് അവർ കറക്റ്റ് അങ്ങോട്ട് അയച്ചു കൊടുക്കും. നമ്മൾ അതിന് ഒരു പൈസയും കൊടുക്കണ്ട. അതെല്ലാ മാസവും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മറ്റേ ഈ ഗ്ലൂക്കോമീറ്റർ ഉണ്ടല്ലോ, ചെക്ക് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം സ്ട്രിപ്പ് വരുന്നത് നമ്മൾ പിന്നെ രണ്ടാമത് അത് നീഡിലും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിക്കണം. പക്ഷെ ആദ്യം ആ ഒരു എക്യുപ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം അത് ഇങ്ങനെ ലോങ് ടൈം മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വളരെ ഉപകാരപ്പെടുക. കാരണം ചെറുതാണെന്ന് പറഞ്ഞാലും എത്ര നാൾ കഴിച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ കയ്യിൽ നല്ല കാശ് തരുന്നത്. അപ്പം ഇങ്ങനെ ഗവൺമെന്റ് നമുക്കൊരു ഫ്രീ സർവീസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? നമുക്ക് ഗവൺമെന്റ് തരുന്ന നമ്മളൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ടാക്സ് അടയ്ക്കുന്നതാണ്. അപ്പം അങ്ങനെ സർവീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. ഏതൊക്കെ അസുഖങ്ങളാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യം ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക്